കണ്ണനെ കണി കാണാൻ ഗുരുവായൂരിൽ വൻ തിരക്ക്. ക്ഷേത്രത്തിൽ പുലർച്ചെ 2:45 മുതൽ 3:45 വരെയായിരുന്നു വിഷുക്കണി ദർശനം. ഞായറാഴ്ച രാത്രി തൃപ്പുകയ്ക്ക് ശേഷം ശാന്തിയേറ്റ കീഴ്ശാന്തി കണിയൊരുക്കി. ശ്രീകോവിലിന്റെ മുഖമണ്ഡപത്തിലാണ് കണിയൊരുക്കിയത്. ഓട്ടുരുളിയിൽ ഉണക്കലരി, വെള്ളരിക്ക, നാളികേരം, ചക്ക, മാമ്പഴം, ഗ്രന്ഥം, വാൽക്കണ്ണാടി, സ്വർണം, പുതുപ്പണം, കൊന്നപ്പൂവ്, അലക്കിയ മുണ്ട് എന്നിവ കണിയായി ഒരുക്കി. ശ്രീലകത്ത് ഗുരുവായൂരപ്പന്റെ വലത്തുഭാഗത്ത് ആലവട്ടം, വെഞ്ചാമരം, നെറ്റിപ്പട്ടം എന്നിവ കൊണ്ട് അലങ്കരിച്ച സ്വർണസിംഹാസനത്തിൽ കണ്ണന്റെ തങ്കത്തിടമ്പും കണിക്കോപ്പുകൾക്കും ഭക്തർക്ക് കണി കാണാനായി ഒരുക്കി. ശ്രീകോവിലിന് പുറത്ത് നമസ്കാര മണ്ഡപത്തിലും കണിയൊരുക്കി. മേൽശാന്തി കവപ്രമാറത്ത് അച്യുതൻ നമ്പൂതിരി പുലർച്ചെ 2 മണിക്ക് ശേഷം കുളിച്ച് ശ്രീലകവാതിൽ തുറന്നു. നാളികേരം മുടച്ച് തിരിയിട്ട് കത്തിച്ച് കണ്ണനെ കണി കാണിച്ച് വിഷു കൈനീട്ടം നൽകി. തുടർന്ന് അലങ്കാരത്തോടെ സ്വർണത്തിടമ്പ് പൊൻപീഠത്തിൽ എഴുന്നള്ളിച്ചു വെച്ചു. മുന്നിൽ കണിക്കോപ്പും ഒരുക്കി. തുടർന്ന് ശ്രീലകവാതിൽ തുറന്നതോടെ കണിദർശനത്തിനായി ഭക്തജന പ്രവാഹമായിരുന്നു. കണി കണ്ടവർക്ക് മേൽശാന്തി വിഷു കൈനീട്ടം നൽകി. 1 മണിക്കൂർ നേരം കണിദർശനമുണ്ടായി. വിഷുനാളിൽ ക്ഷേത്രത്തിൽ സമ്പൂർണ്ണ നെയ്വിളക്കായി വിളക്കാഘോഷം നടത്തി. വിഷുനാളിൽ 4 കറികളും ഇടിച്ചു പിഴിഞ്ഞ പായസവുമായി ഉച്ച നേദ്യത്തിന് ഗുരുവായൂരപ്പന് നമസ്കാര സദ്യ വിശേഷമാണ്. ക്ഷേത്രത്തിൽ വിഷുസദ്യയുമുണ്ടായി. രാവിലെയും ഉച്ചതിരിഞ്ഞും കാഴ്ചശീവേലി നടന്നു. രാവിലെയും ഉച്ചതിരിഞ്ഞും പെരുവനം സതീശന്മാരുടെ മേളത്തോടെ കാഴ്ചശീവേലി, സന്ധ്യയ്ക്ക് താമരയൂർ അനീഷ് നമ്പീശൻ, പേരാമംഗലം ശ്രീകുട്ടൻ മാരാർ എന്നിവരുടെ തായമ്പക എന്നിവയും നടന്നു.